അതിഭയാനകമായിട്ടുള്ള വിസ്ഫോടനങ്ങൾ തീർക്കുന്ന സംഭവ വികാസങ്ങളാണ്. അവരുടെ കയ്യിൽ ആണവായുധം ഇല്ല എന്ന് കരുതി അവരുടെ പ്രഹരശേഷി ഒട്ടും കുറവല്ല എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ മൂല്യ തകർച്ചയാണ്, അതല്ലെങ്കിൽ മൂല്യച്യുതിയാണ് ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനോട് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യമെന്നത് യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചർച്ച ചെയ്യും എന്നാണ്. ഇറാനുമായി നിരന്തരം സംഭാഷണത്തിലാണെന്നും വളരെ വൈകാതെ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും എന്ന് ട്രംപ് പറഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഫോഴ്സ് ആ പ്രസ്താവനയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങനെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇറാനോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ട്രംപിന്റെ വെറും തള്ളലാണ്. ട്രംപ് ഇങ്ങനെ ഉച്ചക്കിറുക്ക് പറയുന്ന ഒരു വ്യക്തിയാണ്. പറയുന്നത് എന്ത്, പ്രവർത്തിക്കുന്നത് എന്ത് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇറാനുമായി ഒരു ഡീലിലേക്ക് എത്തിച്ചേരാൻ ട്രംപ് കുറെ നാളായി ആഗ്രഹിക്കുന്നു. എന്നാൽ മുൻകാല ചരിത്രം ട്രംപിൻ്റെത് അത്ര നല്ലതല്ല എന്നറിയാവുന്നത് കൊണ്ടും ഇറാനെ ഒരു ശത്രു രാജ്യമായി ട്രംപ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് നീങ്ങിയ കാലഘട്ടത്തെ കുറിച്ച് മറക്കാൻ ഇറാൻ അത്ര എളുപ്പമല്ല എന്നതുകൊണ്ടും അത്ര സുഖമുള്ള ഓർമ്മയൊന്നും അമേരിക്കയുടെ ഭരണാധികാരിയായിരുന്ന കാലം അത്രയും ഇറാനോട് കാണിച്ചത് എന്തൊക്കെയാണ്, അത് സമ്മാനിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത് മറക്കാൻ കഴിയാത്തത് കൊണ്ടും ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുമായി ഒരു ഡീലിലില്ല. ഞങ്ങൾ ആണവായുധം വികസിപ്പിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ അത് പ്രയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണൂ. ഏതായാലും ലോകരാജ്യങ്ങളെ മുഴുവൻ കിടുകിട ഉറപ്പിക്കുകയാണ്. GCC രാജ്യങ്ങൾ അവർ ആശങ്കയിൽ തന്നെ കഴിയുന്ന നാളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിരക്ഷയേകാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന രീതിയിലേക്ക് ഇറാൻ തുനിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ചുങ്കപ്പിരിവ് തുടങ്ങിയിരിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുമ്പോൾ ഇതിനെ നിഷേധിക്കാനോ അതിനെ തള്ളിക്കളയാനോ പോലും ഇറാൻ ഈ മണിക്കൂറുകളിൽ തയ്യാറാകുന്നില്ല എന്നുള്ളത് അവർ എത്രത്തോളം ശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നുള്ള രീതിയിലല്ല, കണ്ണിനും പല്ലിനും ഒക്കെ തലയെടുക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഭരണാധികാരിയായ മുജ്തബ ഖമീനി വാളോങ്ങി വീശുന്നത്.